1 ദിനവൃത്താന്തം അധ്യായം 15. ദാവീദ് ജെറുസലേമിൽ തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. ദൈവത്തിന്റെ പേടകത്തിന് സ്ഥലമൊരുക്കി കൂടാരം പണിതു. ദാവീദ് ആജ്ഞാപിച്ചു, കർത്താവിന്റെ പേടകം വഹിക്കാനും അവിടുത്തേക്ക് എന്നേക്കും ശുശ്രൂഷ ചെയ്യാനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവ്യരല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത്. സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരാൻ ദാവീദ് ഇസ്രായേലിനെ ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. അഹറോന്റെ പുത്രന്മാരെയും ലേവ്യരെയും ദാവീദ് വിളിച്ചു. ലേവ്യ ഗോത്രത്തിൽ നിന്ന് വന്നവർ കൊഹാത്ത് കുടുംബത്തലവനായ ഊറിയേലും 120 സഹോദരന്മാരും, മെറാറി കുടുംബത്തലവനായ അസായായും 220 സഹോദരന്മാരും, ഗർഷോം കുടുംബത്തലവനായ ജോയേലും 130 സഹോദരന്മാരും, എലിസാഫാൻ കുടുംബത്തലവനായ ഷെമായായും 200 സഹോദരന്മാരും, ഹെബ്രോൻ കുടുംബത്തലവനായ എലിയേലും 80 സഹോദരന്മാരും, ഉസിയേൽ കുടുംബത്തലവനായ അമിനാദാബും 112 സഹോദരന്മാരും. പിന്നീട് സാദോക്ക്, അബിയാഥർ എന്നീ പുരോഹിതന്മാരെയും ഊറിയേൽ, അസായ, ജോയേൽ, ഷെമായ, എലിയേൽ, അമിനാദാബ് എന്നീ ലേവ്യരെയും ദാവീദ് വിളിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ ലേവി ഗോത്രത്തിലെ കുടുംബത്തലവന്മാരാണല്ലോ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് അതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വെക്കുന്നതിന് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ. ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത്. വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്നു ദൈവം നമ്മെ ശിക്ഷിച്ചു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പേടകം കൊണ്ടുവരാൻ പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് ലേവ്യർ ദൈവത്തിന്റെ പേടകം അതിന്റെ തണ്ടുകൾ തോളിൽ വെച്ച് വഹിച്ചു. കിന്നരം, വീണ, കൈത്താളം എന്നിവ ഉപയോഗിച്ച് അത്യുച്ചത്തിൽ ആനന്ദാരവം മുഴക്കുന്നതിന് ഗായകന്മാരായി സഹോദരന്മാരെ നിയമിക്കാൻ ദാവീദ് ലേവി കുടുംബത്തലവന്മാരോട് ആജ്ഞാപിച്ചു. ജോയേലിന്റെ മകൻ ഹേമാൻ, അവന്റെ ചാർച്ചക്കാരൻ ബെറാക്കിയയുടെ മകൻ ആസാഫ്, മെറാറി കുടുംബത്തിലെ കുഷായയുടെ മകൻ ഏഥാൻ എന്നിവരെ ലേവ്യർ നിയമിച്ചു. അവർക്ക് താഴെ അവരുടെ ചാർച്ചക്കാരായ സക്കറിയ, യാസിയേൽ, ഷെമിറാമോത്ത്, യെഹിയേൽ, ഉന്നി, എലിയാബ്, ബെനായ, മാസയ, മത്തീത്തിയ, എലിഫലേഹു, മിക്നയ എന്നിവരെയും ഓബദ് എദോം, ജെയിയേൽ എന്നീ ദ്വാരപാലകന്മാരെയും നിയമിച്ചു. ഗായകന്മാരായ ഹേമാൻ, ആസാഫ്, ഏഥാൻ എന്നിവർ പിച്ചള കൈത്താളങ്ങൾ കൊട്ടി. സക്കറിയ, അസിയേൽ, ഷെമിറാമോത്ത്, യെഹിയേൽ, ഉന്നി, എലിയാബ്, മാസയ, ബെനായ എന്നിവർ അലാമോത്ത് രാഗത്തിൽ കിന്നരം വായിച്ചു. മത്തീത്തിയ, എലിഫലേഹു, മിക്നയ, ഓബദ് ഏദോം, ജെയിയേൽ, അസാസിയ എന്നിവർ ഷെമിനീത്ത് രാഗത്തിൽ വീണ വായിച്ചു. ലേവ്യരിൽ സംഗീതജ്ഞനായ കെനനിയ ഗായക സംഘത്തെ നയിച്ചു. അവൻ അതിൽ നിപുണനായിരുന്നു. ബറാക്കിയ, എൽക്കാന എന്നിവരായിരുന്നു പേടകത്തിന്റെ കാവൽക്കാർ. ഷെബാനിയ, യോസഫാത്ത്, നെഥാനേൽ, അമസായി, സക്കറിയ, ബെനായ, എലിയേസർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിന്റെ പേടകത്തിന് മുൻപിൽ കാഹളം മുഴക്കി. ഓബദ് ഏദോം, യെഹിയ എന്നിവരും പേടകത്തിന്റെ കാവൽക്കാരായിരുന്നു. ദാവീദും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ഓബദ് ഏദോമിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ആഹ്ലാദത്തോടെ പുറപ്പെട്ടു. പേടകം വഹിച്ച ലേവ്യരെ ദൈവം സഹായിച്ചതിനാൽ അവർ 7 കാളകളെയും 7 മുട്ടാടുകളെയും ബലിയർപ്പിച്ചു. ദാവീദും പേടകം വഹിച്ചിരുന്ന ലേവ്യരും ഗായകന്മാരും ഗായക സംഘത്തിന്റെ നായകനുമായ കെനനിയായും നേർത്ത ചണവസ്ത്രം ധരിച്ചിരുന്നു. ദാവീദ് ചണം കൊണ്ടുള്ള എഫോദ് അണിഞ്ഞിരുന്നു. ഇസ്രായേൽ ആർപ്പുവിളിയോടും കൊമ്പ്, കുഴൽ, കൈത്താളം, കിന്നരം, വീണ എന്നിവയുടെ നാദത്തോടും കൂടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പേടകം ദാവീദിന്റെ നഗരത്തിലെത്തിയപ്പോൾ സാവൂളിന്റെ മകൾ മിഖാൾ ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കിളിവാതിലിലൂടെ കണ്ടു. അവൾ അവനെ നിന്ദിച്ചു.